മരിവാളെ വരുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. നിങ്ങൾ ആരും ഒട്ടും വിഷമിക്കണ്ട. ഈ നരാച്ചി ആശിച്ചിനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അത് മതി. താടിയ കുപിതനാണല്ലേ? അല്ല, യു രഘൂത്തമൻ. പണി അന്വേഷിച്ചു വന്നതായിരിക്കും. താൻ ഞങ്ങൾക്ക് പണി തരണ്ട. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്. അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ ചോരകണ്ണ. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. നമുക്കിനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം. കാണടാ, ഓലപ്പാമ്പ് കണ്ട പേടിക്കില്ല എന്ന് പറഞ്ഞു. ഓലപ്പാമ്പ് കണ്ട ഞാൻ പേടിക്കില്ല, പക്ഷെ ഇവൻ ശരിക്കും പാമ്പാടാ. അവൻ ഇതുകൊണ്ടൊന്നും പേടിച്ചോടുന്ന ജാതിയല്ല. പൂട്ടുന്നെങ്കിൽ അവന്റെ മാളത്തിൽ കയറി തന്നെ പൂട്ടണം. കാലം ഏതൊരു ഭീരുവിനും വീരനാകാൻ ഒരു അവസരം നൽകാറുണ്ട്. ആ അവസരമാണിത്. നീ ആളാകെ മാറിപ്പോയല്ലോ അയ്യപ്പ. ദൈവമേ, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ. ഇനി നിനക്കൊക്കെ വേണ്ടി ആരാടാ വരാനുള്ളത്? ഇപ്രാവശ്യം ആരാടാ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നത്? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഇത് കൊടുക്കാൻ വെച്ചേക്കുന്നല്ലേ? ഇങ്ങോട്ട് ഇടും ഒരു 2 പീസ്. ഇതിലൂടെ ആവശ്യത്തിന് മേടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. കാശ് കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളില്ലേ, അതൊന്നെങ്കിൽ 10 പൈസ ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാശുകാരാവുന്നത് സഹിക്കാൻ പറ്റാത്തവരായിരിക്കും. ഈ കാണുന്ന തണ്ടും തടിയൊക്കെ ഉള്ളു വിധാവേ. എന്റെ ഒരു പദ്ധതി നടക്കില്ല, പക്ഷെ നമ്മള് കളിക്കും. അതുപോലെ ആ മണ്ണിൽ കുരുത്ത് നമ്മളെ തോപ്പിച്ചിട്ട് നിനക്ക് ആ പറമ്പ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ. അവസാനിപ്പിക്കാൻ കഴിയാത്തതൊന്നും അയാൾ തുടങ്ങി വെക്കാറില്ല സാറേ. അതിലുള്ള സീല് കണ്ടോ? ആ സീൽ എവിടുന്ന് വന്നതെന്ന് നിനക്കറിയോ? ആ സ്ഥലത്തിന്റെ പേര് പറയുന്നതിന് മുമ്പേ നമ്മളെ ഒരു കൊന്നുകളയും. കൊഴപ്പക്കാരനാ? 2 പേരെ കുത്തിയിട്ടുണ്ട്. പിന്നെ കുത്തുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആരുടെയും കുത്തകാവകാശം ഒന്നും അല്ലല്ലോ. നമ്മുടെ നാട് അപകടത്തിലാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്. എനിക്കിട്ട് ഇത്രയും പണിയും പണിതിട്ട് ഈ കളിയൊക്കെ കളിക്കുന്നത് ഏതവനാണെന്ന് എനിക്കൊന്നും അറിയണം. അവനെ ഞാൻ വെറുതെ വിടില്ല. ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാല് പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ്. ജേഴ്സി അല്ല, ജയമാണെന്ന് കൂടുതൽ. അതാണ് നടക്കാത്ത കാര്യം. കോൺസെൻട്രേഷൻ വേണം. നേടണമെന്നൊരു വാശി ഉണ്ടെങ്കിലുണ്ടല്ലോ, ജോർജ്, ഈ കബഡിയും നിങ്ങൾക്ക് വഴങ്ങും. എന്റെ കുടുംബത്തിന്റെ സുഖവും സന്തോഷവും തകർക്കാൻ നീയോ നിന്റെ ബോസോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ ഒരു സാധനം തരാൻ വന്ന വെറുതെ എന്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കരുത്. ഞാനും എന്റെ കളിക്കാരും സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. അയാള് പേടിച്ചു പോയിട്ടോ. ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ വീടാ. അത് വേണ്ട. അതെന്താ? എന്റെ വീട് മറ്റാരും ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ഇവനാണ് കൊള്ളാലോ. ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. മാധവ, എനിക്കെന്തോ ആ സുശീലിനെ അത്ര വിശ്വാസം പോരാ. അവന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതലേ വെറും നാറികളാ. ഈ തൃക്കര സ്റ്റേഷൻ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ പോവുക. അതുകൊണ്ട് ഈ തൃക്കര ഞാനൊന്ന് വെട്ടിപ്പാക്കാൻ പോവുക. സാറിന് അനുവാദം ഉണ്ടെങ്കിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്താടാ, ആപ്പിൾ വേണോ? ആപ്പിൾ നിന്റെ ഈ കല്യാണം നടക്കില്ല. ഞാൻ നടത്തില്ലടാ. പന്നി. നീ എപ്പ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. ഒരാവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല. കള്ളിന് തുണ്ടിന് മാത്രം എന്റെ കൂടെ ഉള്ളൂ. സ്നേഹം കൊണ്ട് മാത്രം എന്റെ കൂടെ ആര്? ഞാൻ പോവാ. വേറെ ആരെങ്കിലും വരും എന്നെ പോലെ. ഡിവിഷൻ ഫോർ പ്രിവെന്റിംഗ് DPCAWയുടെ തലവൻ ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ. എല്ലാരും കൂടെ എന്നാന്ന് ചെയ്തു. എന്റെ പൊന്നുനായിട്ട് അവരെ കരയിക്കണം. കണ്ണടക്കരുത്. യു ഹാവ് പ്രോമിസ്ഡ് മീ. തോൽക്കരുത്. എനിക്ക് നീ വാക്ക് തന്നതാണ്. തോൽക്കരുത്. എനിക്ക് വേണം നിന്നെ. Come on. ഹരീന്ദർ സിംഗ്, ഇനി ഞാൻ ജീവിച്ച് കാണിക്കും. കാരണം ഇവനുണ്ടാകും ഇനി എന്റെ കൂടെ. നീ വന്നത് ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ നിന്നെ തീർക്കാനും എനിക്കറിയാം. നിന്നോട് ആരാടാ പറഞ്ഞത് നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന്? ഞാൻ വന്നത് എന്റെ ചേട്ടൻ വിളിച്ചിട്ടാ. ഇതില് നമ്മള് തോക്കൂലെന്നല്ലേ? നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നിന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നീ കരുതുന്നുണ്ടോ? നമുക്ക് വീണ്ടും കാണണം. അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി.